പ്രണയ ഋതു അഗ്നിയുടെ സ്വന്തം ഡെവൾ. മുത്തശ്ശൻ്റെ അടുത്തേക്ക് രാമഭദ്രൻ വന്ന് വിളിച്ചു. ആ രാമഭദ്ര, താൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? തനിക്ക് പോകാൻ ധൃതിയില്ലേ? താൻ പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പോൾ തന്നെ എത്താം എന്ന് രാമഭദ്രൻ ശ്രീവാസ്തവയോട് പറഞ്ഞതും, ഇവിടെ ആ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, ഇവിടെ ഞങ്ങൾ തന്നെ ഉണ്ട്, ഞങ്ങൾ തന്നെ ധാരാളം. ആദ്യം ഒരു കൂസലുമില്ലാതെ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും വിച്ചുവും കിച്ചും അവനെ തന്നെ നോക്കി നിന്നു. മുൻപരിചയം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനോട് ഇവനെന്തിനെ ഈ ദേഷ്യത്തിൽ ചാടിക്കടിക്കുന്നേ എന്ന് അവർ ചിന്തിക്കാതിരുന്നില്ല. എന്നാൽ രാമഭദ്രൻ അവനെ തന്നെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൻ്റെ പുച്ഛഭാവം കണ്ടപ്പോൾ തന്നെ വിച്ചുനും കിച്ചുനും മനസ്സിലായിരുന്നു ഇവർ രണ്ടുപേർക്കും പരസ്പരം അറിയാമെന്ന്. പിന്നീട് ചോദിക്കാം എന്ന രീതിയിൽ അവർ ഒന്നും മിണ്ടാതെ തന്നെ ആദിയുടെ അടുത്തേക്ക് ചെന്ന്, നീ എന്തായാലും ആദ്യം പോയി ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യ്. വേദ ആദ്യം കണ്ണു തുറക്കട്ടെ. വേദ കണ്ണു തുറക്കുമ്പോൾ നിനക്ക് കയറി കാണണ്ടേ ആദി? നീ ആദ്യം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യ്. ഇനി ഒരു 2-3 മണിക്കൂർ അതിനുള്ളിൽ വേദ കണ്ണു തുറക്കൂടാ. നിനക്ക് കയറി കാണണ്ടേ അവളെ? കാണണം എന്ന രീതിയിൽ അവൻ തലയാട്ടി. എന്നാൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഇല്ല എന്ന അർത്ഥത്തിൽ അവൻ വീണ്ടും തലയാട്ടിയതും, നിന്നോട് ഞാൻ ഇനി എന്ത് പറയണം ആദി? നീ പോയി ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നോ? ഇല്ല എന്നർത്ഥത്തിൽ അവൻ അടുത്ത് കണ്ട ചെയറിലേക്ക് അങ്ങിരുന്നു. ഇവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ കിച്ചു തൻ്റെ കയ്യിൽ നിന്നും ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ ഒരാൾ അങ്ങോട്ട് വന്നു ഒരു ജോഡി കവർ അവരുടെ കയ്യിലേക്ക് നൽകി. ഇന്ന് നിൻ്റെ ഡ്രസ്സാണ്, പോയി ചേഞ്ച് ചെയ്തിട്ട് വന്ന്. നീ ഇവിടുന്ന് പോകുന്നതിനല്ലേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ, നീ പോകേണ്ട. പോയി റൂം എടുത്തിട്ടുണ്ട്, അവിടെ പോയി ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ നോക്ക്. ഇനി ഇതിനും വയ്യ എന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും വേദ കണ്ണു തുറക്കുമ്പോൾ നിന്നെ കയറി കാണാൻ സമ്മതിക്കത്തില്ല ആദി. അവൻ അല്പം ദേഷ്യത്തിൽ തന്നെ ആദിയോടായി പറഞ്ഞതും അവൻ ദേഷ്യത്തിൽ തന്നെ കിച്ചുവിൻ്റെ കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് പറഞ്ഞ റൂമിൽ കയറി ഫ്രഷായി. 5 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ച് അതേ സ്ഥാനത്ത് അവൻ എത്തിയിരുന്നു. ഈ ചെക്കനെ ഇത് എന്ത് വേണം? അപ്പോഴേക്കും വിച്ചു ക്യാൻറ്റീനിൽ ചെന്ന് എല്ലാവർക്കും കുടിക്കാൻ ഓരോ ഗ്ലാസ് ജ്യൂസുമായി അങ്ങോട്ട് വന്നു. ആദിയുടെ കയ്യിലേക്ക് ജ്യൂസ് കൊടുത്തതും, എനിക്ക് വേണ്ട ചേട്ടാ, ഏട്ടൻ കുടിച്ചോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കുടിച്ചോ? നിങ്ങൾ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചെങ്കിലും അവൻ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ആദി, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത്? എന്ത് കുഴപ്പമില്ലെന്ന ഏട്ടൻ പറയുന്നേ? അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അതിൽ വലിയ പ്രശ്നം വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് താങ്ങാനാകുമോ അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ? ഞാൻ തുറന്നു പറഞ്ഞില്ല എൻ്റെ ഇഷ്ടം, പക്ഷേ അവൾക്കറിയാം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് ഇല്ലാത്ത ഒരു വേദയാണ് ഉണർന്നു വരുന്നതെങ്കിൽ ഞാൻ അവൻ പറയാതെ ഒന്ന് വിങ്ങി. എൻ്റെ ആദ്യം നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നേ? ആദ്യം അവൾ കണ്ണ് തുറന്ന് സ്വബോധത്തിലേക്കൊന്ന് വരട്ടെ. നീ ആവശ്യമില്ലാതെ ടെൻഷനാവുക. എന്നാൽ ഇവൻ്റെ വാക്കുകളെല്ലാം കേട്ടിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കി. തൻ്റെ ചെറുമകൾ ഇതിൽ നല്ല ഒരുവനെ തങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ആ വിഷമത്തിലും അവരുടെ മനസ്സൊന്ന് തണുത്തു. തങ്ങളുടെ കൊച്ചുമകളെ സേഫായി ഏൽപ്പിക്കാൻ പറ്റിയ കൈകൾ അവൻ്റെ തന്നെയാണെന്ന് അവർ രണ്ടുപേർക്കും മനസ്സിലായി. മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റ് ആദിയുടെ അടുത്തേക്ക് ചെന്ന് വിച്ചുവിൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി. മോൻ കൂടി. ഇനി അവൾക്ക് മോനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിലും ഈ മുത്തശ്ശി നിൻ്റെ കയ്യിലേക്ക് എൻ്റെ വേദമോളെ വെച്ച് തരും. ആ ഉറപ്പ് നിനക്ക് തന്നാൽ പോരെ? അതുമാത്രമല്ല, ഇന്ന് നിന്നെ കണ്ട് അവളുടെയും നിൻ്റെയും വിവാഹം ഉറപ്പിക്കാൻ തന്നെയായിരുന്നു ഞാൻ വന്നത്. അവരുടെ ആ സംസാരം കേട്ട് ആദിയുടെ മനസ്സ് ഒന്ന് തണുത്തു. മുത്തശ്ശി അവൾക്ക് നേരെ നീട്ടിയ വെള്ളം അവൻ വാങ്ങി കുടിച്ചു. അതിനുശേഷം മുത്തശ്ശിയുടെ കൈകളിലോട്ട് തൻ്റെ കൈ ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെ ഇരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോർ തുറന്ന് നേഴ്സ് പുറത്തു വന്നു. വേദാഗ്നിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സിസ്റ്റർ, ഞങ്ങൾ വേദയുടെ കൂടെ വന്നതാണ്. ഡോക്ടറെ വിളിക്കുന്നുണ്ട്, ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞതും ആദ്യം മുത്തശ്ശി അവിടെ എത്തി. ഞാൻ പോയി ഡോക്ടറിനെ കണ്ടിട്ട് വരാം, മുത്തശ്ശി ഇവിടെ ഇരിക്കും കേട്ടോ. അത്രയും സ്നേഹത്തോടെ അവരോടായി പറഞ്ഞുകൊണ്ട് അവൻ വിച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും കൂടെ ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. മൂവരും ഡോക്ടറിൻ്റെ ഡോർ നോക്ക് ചെയ്ത് അക്ഷമയോടെ കാത്തു നിന്നു. അകത്തു നിന്നും പ്രവേശിക്കാൻ മറുപടി കിട്ടിയതും മൂവരും ഹൃദയമിടിപ്പോടുകൂടി അകത്തേക്ക് കയറി. മൂവരും ടെൻഷനാകേണ്ട, സർജറി കഴിഞ്ഞു, കുട്ടി കണ്ണു തുറക്കുകയും ചെയ്തു. ഇനി നിങ്ങളെ തിരിച്ചറിയുമോ എന്നറിയണം. ആദ്യം അദ്ദേഹത്തിനെ തന്നെ നോക്കിയിരുന്നതും, എന്താ മിസ്റ്റർ
താൻ ഇങ്ങനെ തന്നെ എന്നെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല ഡോക്ടർ. അവൻ്റെ മുഖത്ത് പഴയതുപോലെ ഒരു ടെൻഷൻ ഇല്ലാത്തത് കണ്ടതും ഡോക്ടർ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താ ഡോക്ടർ ഇങ്ങനെ ചിരിക്കുന്നത്? തൻ്റെ മുഖത്ത് കുറച്ച് മുൻപ് വരെ ഞാൻ കണ്ട ആ ടെൻഷൻ തൻ്റെ മുഖത്തു നിന്നും പോയി. അതുകൊണ്ട് ഇനി എൻ്റെ വേദ എന്നെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പോലും അവൾ എൻ്റെ കയ്യിലേക്ക് തന്നെ വന്നു ചേരും, എൻ്റെ പെണ്ണായി. അവൻ പറയുന്നത് കേട്ട് ഡോക്ടറിനൊന്നും മനസ്സിലായില്ല. അവളുടെ മുത്തശ്ശി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഡോക്ടർ, അവളെ എൻ്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിക്കാമെന്ന്. ഇത്രയും നാൾ ആരും അറിയാതെ അവൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന സ്നേഹം ഇന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെളിവായതും അവർക്കെല്ലാവർക്കും സന്തോഷമായി. അവരെല്ലാവരും വേദയെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. അതിൻ്റെ പ്രകാശമാണ് അവൻ്റെ മുഖത്ത് ഈ കാണുന്നത്. വിച്ചു പറഞ്ഞതും ഡോക്ടർ ഒന്ന് ചിരിച്ചു. യു ആർ ലക്കി മാൻ. എന്തായാലും ദൈവം കൂടെ തന്നെ കാണും, തുണയ്ക്കട്ടെ ദൈവം. അത്രയും പറഞ്ഞതും അവർ മൂവരും പുറത്തേക്കിറങ്ങി. ഇനി വേദ ആദ്യം തിരിച്ചറിയാതിരിക്കുമോ? വിച്ചു തൻ്റെ ഉള്ളിലെ ആദ്യോടെ തന്നെ കിച്ചുവിനോട് ചോദിച്ചതും. ഏട്ടാ, എനിക്കും ഉണ്ട് അങ്ങനൊരു ടെൻഷൻ. അവൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ആദി. പക്ഷെ അവൻ്റെ മുഖത്തുള്ള ആ പ്രകാശം മുത്തശ്ശി നൽകിയ ആ ഉറപ്പാണ്. എത്രയായാലും അവളുടെ മേൽ വേറെ ആർക്കും അധികാരം ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് പ്രായമായി. അതുപോലെ പാറുവിൻ്റെ കാര്യവും തീരുമാനമാക്കേണ്ടതുണ്ട്. പാറുവിൻ്റെ കാര്യം ഇപ്പോഴവിടെ നിൽക്കട്ടെ. എന്നാൽ ആദിയുടെയും വേദയുടെയും കാര്യമാണ് ഇപ്പോൾ തീരുമാനിക്കേണ്ടത്. എന്തായിട്ടാ അതിൽ കൂടുതൽ തീരുമാനിക്കാൻ ആരെങ്കിലും തടസ്സമായി വന്നു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാദേവനായി അവൻ രൂപാന്തരം പ്രാപിക്കും. സതിയെ നഷ്ടപ്പെട്ട മഹാദേവൻ എങ്ങനെയാണോ ഭൂമിക്കും ലോകത്തിന് തന്നെ നാശം വിതച്ചത്, അതിൽ പരിതാപകരമായിരിക്കും അവന് തടസ്സമായി നിൽക്കുന്നവരെ ഇഞ്ചിഞ്ചായി അവൻ കൊല്ലാതെ കൊന്നിരിക്കും. അവൻ പോകുന്ന വഴിയിലേക്ക് നോക്കിക്കൊണ്ട് കിച്ചു ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് വിച്ചുവിനോടായി പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം വേദയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വേദ റൂമിലെത്തിയതും തന്നെ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടതും അവൾക്ക് വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടാൻ തുടങ്ങി. അവൾക്ക് ആ കൂട്ടത്തിലുള്ള ആരുടെ മുഖം തന്നെ തിരിച്ചറിയാൻ അവൾക്ക് സഹായിച്ചിരുന്നില്ല. എങ്കിൽ ഒരു മുഖം കണ്ടതും അവളുടെ കണ്ണുകൾ അവനിൽ തന്നെ കുടുങ്ങി നിന്നതും എല്ലാവരും ആശ്ചര്യത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. അവൾ ഇമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിന്നതും ആദി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തേ, എന്നെ അറിയാമോ? കണ്ട് പരിചയം, പക്ഷേ എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. അവൾ മെല്ലെ ഉയർന്ന് അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ആദിയോ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വേദയുടെ ആ പ്രവൃത്തി എല്ലാവരിലും ഒരു വിഷമമുണ്ടാക്കി. എല്ലാവരും അവൾ തിരിഞ്ഞു നോക്കി. ആദ്യം അവളെ ചേർത്ത് നെഞ്ചോട് നിർത്തിക്കൊണ്ട് തന്നെ ഓരോരുത്തരെയും മനസ്സിലായോ, അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അതിനെല്ലാം ഇല്ല എന്ന് മാത്രമായിരുന്നു അവളുടെ മറുപടി. അതിനുശേഷം അവൾ മുത്തശ്ശനെയും ഒന്ന് നോക്കി. ഇവരെ അറിയാമോ നിനക്ക്? ഇല്ല എന്ന് അവൾ വീണ്ടും തലയാട്ടിയത് മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വേദ ആരെയും തിരിച്ചറിയുന്നില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരുടെയും മുഖത്തെ വിഷമം കണ്ട് ഡോക്ടർ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അത്രയും പറഞ്ഞതും ആദിയും വേദയെ അവിടെ കിടത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. എല്ലാവരും പുറത്തിറങ്ങി എന്ന് മനസ്സിലായതും വേദ ഡോക്ടറിനോട് ചോദിച്ചു, എല്ലാവരും പോയോ? അവളുടെ ആ സംസാരം കേട്ട് സംശയത്തിൽ തന്നെ ഡോക്ടർ അവളെ നോക്കി. എനിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് ഡോക്ടർ, പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു ഓർമ്മക്കേട്, ഈ ഒരു അസുഖം എനിക്കിപ്പോൾ ഒരനുഗ്രഹമാണ്. പല ചുരുളറിയാത്ത രഹസ്യങ്ങളിലും എൻ്റെ മുന്നിലേക്ക് എത്തണമെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഡോക്ടർ എനിക്കൊരു സഹായം ചെയ്യണം. എനിക്ക് ഈ ഓർമ്മ തിരിച്ചു വരില്ല എന്നും പൂർണ്ണമായും ഇനി ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്നും എല്ലാവരെയും ഡോക്ടർ പറഞ്ഞ് വിശ്വസിക്കണം. വേദ ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും, ഇത് എൻ്റെ എത്തിക്സിന് എതിരാണ് കുട്ടി, ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞതും, എന്നാൽ ഡോക്ടറിന് പോലീസിനെ സഹായിക്കുന്നതിന് ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ? അവൾ അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചതും, ഏയ് താൻ സ്ട്രെയിൻ ചെയ്യാതെ, തൻ്റെ തലയിൽ ഇപ്പോൾ സർജറി കഴിഞ്ഞ് അതിൻ്റെ സ്റ്റിച്ചെല്ലാം വലിയും, ബ്ലീഡിംഗ് ഉണ്ടാകും. ഡോക്ടർ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നതും, പോലീസോ? അതെ, ഞാൻ വേദാഗ്നി IPS ആണ്. എനിക്ക് ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ്
ഇപ്പോൾ ഉണ്ടായ ഈ ആക്സിഡൻറ്റ് പോലും അതിൻ്റെ ഭാഗമാണ്. എൻ്റെ അന്വേഷണം കറക്റ്റ് റൂട്ടിലാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് പൂർണ്ണമായും എല്ലാവരെയും വിശ്വസിപ്പിച്ചേ പറ്റൂ. അതിനെനിക്ക് ഡോക്ടറിൻ്റെ സഹായം വേണം. ഡോക്ടറും ഞാനും അല്ലാതെ ഈ രഹസ്യം പുറത്താരും അറിയരുത്. വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി. കേസിൻ്റെ ഡീറ്റെയിൽസ് കൂടി അദ്ദേഹത്തിന് വ്യക്തമാക്കിയതും അദ്ദേഹം ഈ ഒരു കാര്യത്തിന് അവൾക്കൊപ്പം നിൽക്കാമെന്ന് ഉറപ്പു നൽകി. പുറത്തിറങ്ങിയ ഡോക്ടർ എല്ലാവരോടും വിശദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ ഒരവസ്ഥ പെർമനൻ്റ് ആണെന്നും ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്നും. ഡോക്ടറിൻ്റെ പെട്ടെന്നുള്ള മാറ്റം അത് ആദിയിൽ സംശയം ജനിപ്പിച്ചു.